പത്തനംതിട്ട അടൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ വെച്ച മൃതദേഹം ഫ്രീസർ തകരാറിനെ തുടർന്ന് അഴുകിയെന്ന് പരാതി. ഡോക്ടർ പോസ്റ്റ്മോർട്ടത്തിന് വിസമ്മതിച്ചെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അടൂർ കുന്നിട സ്വദേശി പ്രദീപ് കുമാറിന്റെ മൃതദേഹമാണ് അഴുകിയത്. മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. ആ ദൃശ്യങ്ങളിലേക്ക്. ഇന്നലെ ഏകദേശം ഒരു 8 മണിയോട് 8:30 കൂടി ബന്ധുക്കൾ വന്ന് ബോഡി എടുക്കാൻ വേണ്ടി വന്നതാണ്. ഈ ബോഡി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴേക്കിന് ഭയങ്കര സ്മെല്ലാണ് പുറപ്പെട്ടത്. അതായത് യഥാർത്ഥത്തിൽ ഫ്രീസർ പേരിന് ഫ്രീസറാണെങ്കിലും ഫ്രീസർ സംവിധാനം ഇല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ നല്ല സ്മെല്ലും. വീണ്ടും ഓപ്പൺ ചെയ്തപ്പോഴേക്കിന് ഇവിടെ മൊത്തം ചോര ഒലിച്ച് ബോഡിയുടെ ബാക്ക് സൈഡ് മൊത്തം ചോര ഒഴിച്ച് കിടക്കുകയാണ്. ഇവർക്ക് സംശയമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ആൾക്കാർ ബന്ധപ്പെട്ട സമയത്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും ഇതിന് വ്യക്തമാക്കാൻ വേണ്ടി ആൾ വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത് പോലീസിൻ്റെ അതോറിറ്റി തന്നെ പോലീസ് വ്യക്തമായ മജിസ്ട്രേറ്റ് എഴുതി കൊണ്ടുവന്ന ബോഡിയാണ്. അപ്പോൾ സർക്കാർ അതോറിറ്റിയാണ് ഈ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ 1 മണിക്കൂർ ബന്ധുക്കൾ പറഞ്ഞിട്ട് പോലും ഇതിനെക്കുറിച്ച് വ്യക്തമാക്കണം, എങ്ങനെ അറിയിക്കാൻ വേണ്ടി ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. വിവരങ്ങളുമായി ചേരുന്നത് ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, നമ്മുടെ സംസ്കാരത്തിൽ ഈ മൃതദേഹങ്ങളോട് ആദരവ് കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ ഇവിടെ വലിയ അനാദരവ് കൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ബന്ധുക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകാം. ശരിക്കും എന്താണ് സംഭവിച്ചത്? അതിലെ താപനില കൃത്യമല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്? അത് അറിയണമെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങളും വേണമല്ലോ. ക്രിസ്റ്റീന, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകേണ്ടത് അടൂർ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടും മറ്റ് ബന്ധപ്പെട്ട അധികൃതരുമാണ്. ഇതെന്താണ് സംഭവിച്ചതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള മറുപടി ഇതുവരെയും ആരുടെയും ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് അടൂർ കുന്നിട സ്വദേശിയായിട്ടുള്ള പ്രദീപ് കുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടുകൂടി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി അടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുവന്ന മൃതദേഹം, അതായത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ മൃതദേഹം അഴുകുകയോ മറ്റു കുഴപ്പങ്ങളോ ഒന്നും മൃതദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അത് അടൂർ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ബന്ധുക്കൾ വന്ന് ഈ പറയുന്ന മൃതദേഹം പുറത്തേക്ക് എടുത്തപ്പോഴാണ് വലിയ തരത്തിലുള്ള നാറ്റവും മൃതദേഹം ജീർണിച്ച നിലയിലുമായിരുന്നത്. അപ്പോൾ ഈ പറയുന്ന മോർച്ചറിയിലെ ഫ്രീസറിന് തകരാറുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ബന്ധുക്കൾ ഇപ്പോൾ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആശുപത്രി അധികൃതർ ഒന്നും തന്നെ പറയുകയും ചെയ്തിട്ടില്ല. നിലവിൽ എന്തായാലും BJP പ്രവർത്തകരടക്കമുള്ള ആളുകൾ അവിടെ എത്തി ആശുപത്രി സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രി സൂപ്രണ്ട് അല്ലെങ്കിൽ മറ്റു ഡോക്ടർമാരും എല്ലാം പോസ്റ്റ്മോർട്ടം നടത്താൻ വിസമ്മതിച്ചു എന്നുള്ള ആരോപണങ്ങൾ കൂടി ഈ പറയുന്ന മരിച്ച പ്രദീപ് കുമാറിന്റെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും BJP ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി ആശുപത്രി സൂപ്രണ്ടുമായിട്ട് സംസാരിക്കുകയാണ്. ബന്ധുക്കളാരും ആശുപത്രിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടില്ല. ആശുപത്രിയുടെ അനാസ്ഥയാണ്, മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്നുള്ള ആരോപണവും ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഫ്രീസർ തകരാറിലായിരുന്നു, എന്നിട്ടും എന്തുകൊണ്ട് മൃതദേഹം ആ ഫ്രീസറിൽ വെക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായി എന്നുള്ള ചോദ്യവും ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ഓക്കെ, എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് ലഭ്യമായ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.